ഇന്ന് കേരളം കാത്തിരിക്കുന്ന ഷാരോൺ വധക്കേസിൽ ശിക്ഷ പറയുന്ന ദിവസമാണ്. കേസിലെ ഒന്നാം പ്രതിയായ ഗ്രീഷ്മ, മൂന്നാം പ്രതിയായ അമ്മാവൻ നിർമ്മലകുമാരൻ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക. 24 വയസ്സ് മാത്രമാണ് തനിക്ക് പ്രായമെന്നും അതുകൊണ്ട് തന്നെ ശിക്ഷാവിധിയിൽ ഇളവ് നൽകണമെന്നും ഒന്നാം പ്രതിയായ ഗ്രീഷ്മ കഴിഞ്ഞ ദിവസം കോടതിയോട് പറഞ്ഞിരുന്നു. തനിക്ക് ഇനിയും പഠിക്കണമെന്ന ആഗ്രഹമൊക്കെയാണ് കോടതിയോട് ഗ്രീഷ്മ പറഞ്ഞിരിക്കുന്നത്. ഇതേ പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ്റെ ഷാരോണിൻ്റെ ജീവിതത്തിന് ആര് സമാധാനം പറയും എന്ന വലിയ ചോദ്യം അപ്പോൾ ഗ്രീഷ്മയോട് തിരിച്ച് നമുക്കും ചോദിക്കാനുണ്ട്. ഏതായാലും കോടതി ഏറ്റവും ഉചിതമായ ശിക്ഷ വിധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് നമ്മളോടൊപ്പം വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഷീജ, നമ്മളെല്ലാവരും ഇന്ന് കാത്തിരിക്കുന്നത് ഗ്രീഷ്മയ്ക്ക് എന്ത് ശിക്ഷ കോടതി വിധിക്കും എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം കുറ്റക്കാരിയാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. ഗ്രീഷ്മ മാത്രമല്ല, അമ്മാവൻ നിർമ്മലകുമാരനും പ്രതിയാണെന്ന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാ കണ്ണുകളും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലേക്കാണ്. തീർച്ചയായും മനു, എല്ലാ കണ്ണുകളും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലേക്കാണ്. 11 മണിക്കാണ് കേസ് പരിഗണിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കേസിൽ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇതിൽ കുറ്റക്കാരാണ് എന്ന് ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ, അതോടൊപ്പം തന്നെ ഗ്രീഷ്മയുടെ അമ്മാവൻ എന്നിവരെ, അമ്മാവൻ മൂന്നാം പ്രതിയാണ്, ഇവർ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. അമ്മയ്ക്കെതിരെ, ഗ്രീഷ്മയുടെ അമ്മയ്ക്കെതിരെ തെളിവില്ലാത്ത സാഹചര്യത്തിൽ അമ്മയെ വെറുതെ വിടുന്നൊരു നടപടിയാണ് കോടതി സ്വീകരിച്ചത്. അതിനുശേഷമാണ് തൊട്ടടുത്ത ദിവസം തന്നെ ശിക്ഷാവിധി പ്രഖ്യാപിക്കാൻ പക്ഷേ ശിക്ഷാവിധിയിൽ മേൽ നടന്ന വാദപ്രതിവാദം, അതിൽ പ്രോസിക്യൂഷൻ കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ചെകുത്താന്റെ ചിന്തയും മനസ്സുമാണ് ഗ്രീഷ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടിയ ശിക്ഷയായ വധശിക്ഷ തന്നെ ഈ ഷാരോണിനെ കൊലപ്പെടുത്തിയ കേസിൽ ഗ്രീഷ്മയ്ക്ക് നൽകണം എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിക്ക് മുന്നിൽ ആവശ്യപ്പെട്ടത്. അതേസമയം പ്രതിഭാഗം, ഗ്രീഷ്മയ്ക്ക് വേണ്ടി പ്രതിഭാഗം വക്കീൽ ആവശ്യപ്പെട്ടത്, ഗ്രീഷ്മയ്ക്ക് കേവലം 24 വയസ്സ് മാത്രമാണ്, അതുകൊണ്ട് ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ മറ്റ് ക്രിമിനൽ പശ്ചാത്തലം ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ആ വിധി, അത് വധശിക്ഷ എന്നുള്ളത് നൽകാൻ പാടില്ല, ആ ശിക്ഷയിൽ ഇളവ് നൽകേണ്ടതുണ്ട് എന്നുള്ളൊരാവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അതിനൊപ്പം തന്നെ പ്രതിഭാഗം മുന്നോട്ട് വെച്ച മറ്റൊരു കാര്യം, ഗ്രീഷ്മയെ ഷാരോൺ ഭീഷണിപ്പെടുത്തിയിരുന്നു. അവർ പ്രണയത്തിലായിരുന്ന സമയത്ത് അവരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത് വെച്ച് ഭീഷണിപ്പെടുത്തി പ്രണയത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടിട്ടും അതിന് ഷാരോൺ തയ്യാറായില്ല. അങ്ങനെ ആത്മഹത്യയുടെ വക്കിലെത്തിയപ്പോഴാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് ഗ്രീഷ്മ കടന്നത്. പക്ഷേ ഈ ഒരു കുറ്റകൃത്യത്തെ അത്ര ലാഘവത്തോടെ കാണാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത്. കാരണം കൃത്യമായ രീതിയിൽ മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഗ്രീഷ്മ, പക്ഷേ ആ വിദ്യാഭ്യാസ യോഗ്യത ദുരുപയോഗം ചെയ്തു ഒരാളെ കൊലപ്പെടുത്തുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചത്. അതും അവിടെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് കഷായത്തിൽ വിഷം ചേർത്ത് കൊലപ്പെടുത്തിയത്. അത്രത്തോളം ആസൂത്രണം ഗ്രീഷ്മ എന്ന് പറയുന്ന ഗ്രീഷ്മയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കടുത്ത ശിക്ഷ തന്നെ നൽകണം എന്നുള്ളത് ഒരു വാദം തന്നെയാണ് പ്രോസിക്യൂഷന് മുന്നോട്ട് വെച്ചത്. ഏതായാലും 1 മണിക്കൂർ നീണ്ട വാദപ്രതിവാദത്തിനൊടുവിലാണ് ശിക്ഷാ വിധിക്കായി ഇന്നത്തേക്ക് കേസ് മാറ്റുകയും ചെയ്തത്. ഏതായാലും ഇന്ന് രാവിലെ 11 മണിക്ക് തന്നെ കേസ് പരിഗണിക്കുന്നതായിരിക്കും. ഷാരോണിന്റെ കുടുംബം ഇതിൽ കൃത്യമായിട്ടുള്ള ശിക്ഷ അത് ഗ്രീഷ്മയ്ക്ക് ലഭിക്കും എന്ന് തന്നെ ഉള്ള ഒരു പ്രതീക്ഷയിലാണ്. അമ്മയെ വെറുതെ വിട്ടെങ്കിൽ പോലും അതിനെതിരെ അപ്പീൽ പോകുന്ന നടപടിയെക്കുറിച്ചൊന്നും ഷാരോണിന്റെ കുടുംബം ആലോചിച്ചിട്ടില്ല. അതിനവർ പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത്, ഗ്രീഷ്മയാണ് ഞങ്ങളുടെ മകനെ കൊലപ്പെടുത്തിയത്, അപ്പോൾ ഗ്രീഷ്മയ്ക്ക് തക്കതായ ഉചിതമായ ശിക്ഷ ലഭിക്കണം. ഇതിൽ കൃത്യമായ രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടായി, പോലീസ് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിലെല്ലാം വളരെ തൃപ്തി തന്നെയാണുള്ളത്. ഇനി ഈ ശിക്ഷാ വിധി കൂടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. അതിൽ ഗ്രീഷ്മയ്ക്ക് അർഹമായ തക്കതായ ശിക്ഷ ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഷാരോണിന്റെ കുടുംബത്തിന് ഇപ്പോഴുമുള്ളത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഷാരോണിന്റെ കുടുംബം മാധ്യമങ്ങളെ കാണുന്നതായിരിക്കും. കോടതിയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് 11 മണിക്ക് കോടതിയിൽ കേസെടുക്കുന്നതിന് മുൻപ് തന്നെ അവർ കോടതിയിൽ എത്തിച്ചേരുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും കോടതിയിൽ കേസ് 11 മണിയോടുകൂടി പരിഗണിക്കുക. നിലവിൽ ഗ്രീഷ്മയുള്ളത് തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണുള്ളത്. ഇവിടെ നിന്നും 11 മണിയോടുകൂടി കോടതിയിലേക്ക് ഗ്രീഷ്മയെ എത്തിക്കുന്നതായിരിക്കും. ഏതായാലും ഇനിയിപ്പോൾ ഏവരും കാത്തിരിക്കുന്നത് ഈ 11 മണിക്ക് ഉള്ള കേസ് പരിഗണിക്കുമ്പോഴുള്ള ശിക്ഷാവിധിയിൽ തന്നെയാണ് മനു. തീർച്ചയായും ഇവിടെ ഷീജ ഈ വാർത്ത പറയുമ്പോൾ, അതായത് ഗ്രീഷ്മ കോടതിയിൽ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ എഴുതുന്നൊരു കാര്യമുണ്ട്. ഗ്രീഷ്മയ്ക്ക് മാത്രമായിരുന്നോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ? ആ ഷാരോൺ എന്ന് പറയുന്ന പയ്യൻ്റെ ജീവനും വിലയില്ലേ?
ഈ 24 വയസ്സ് മാത്രമേ ഉള്ളൂ എന്ന് ഗ്രീഷ്മ പറയുമ്പോൾ ആ 24 വയസ്സിനുള്ളിൽ ഗ്രീഷ്മ ചെയ്തത് എന്താണ്? ഒരു ജീവൻ എടുക്കുകയായിരുന്നു. അത് കൃത്യമായ ആസൂത്രണം നടത്തി, വലിയ പഠനം നടത്തി, അവർക്ക് ഇതുവരെ ലഭിച്ച പഠിപ്പും ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഗ്രീഷ്മ ചെയ്തൊരു കൊലപാതകം നടത്തി എന്നതാണ്. ആ ഷാരോണിന്റെ ജീവന് വിലയില്ലേ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ സുഹൃത്തുക്കൾ ഉന്നയിക്കുന്നുണ്ട് ഇതിനിടയിൽ. തീർച്ചയായും മനു, അത് ഏറെ പ്രസക്തം തന്നെയാണ്. കാരണം ഈ വിഷയത്തിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച കാര്യങ്ങളും അത് തന്നെയാണ്. ഇവർ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ്, ആ രീതിയിൽ ആ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നു. ഗ്രീഷ്മയുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമൊക്കെയാണ് ഇപ്പോൾ പ്രതിഭാഗം ഉന്നയിക്കുന്നത്. പക്ഷേ എന്തിനാണ് ഗ്രീഷ്മ ഈ ഒരു വിദ്യാഭ്യാസ യോഗ്യത കൂടുതലായി ഉപയോഗിച്ചത്? തനിക്ക് ലഭിച്ച വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതലായി ഒരാളെ എങ്ങനെ കൊലപ്പെടുത്താം എന്നുള്ളതാണ് പരതിയിരിക്കുന്നത്. ഇന്റർനെറ്റിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് തിരക്കിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 22 വയസ്സുള്ള കുട്ടി എങ്ങനെയാണ് ഇത്രത്തോളം ആസൂത്രിതമായി ഒരു കൊലപാതകം നടത്തുന്നത്? അതും തന്നെ വിശ്വസിച്ച് കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ കൊലപ്പെടുത്തുന്നതിന് എങ്ങനെയാണ് ഇത് ഇത്രത്തോളം ഒരു തയ്യാറെടുപ്പുകൾ നടത്തിയത്? അപ്പോൾ അത്രത്തോളം വലിയ ക്രിമിനൽ ബുദ്ധിയാണ് ഗ്രീഷ്മയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ദയയും ഗ്രീഷ്മ അർഹിക്കുന്നില്ല എന്നുള്ള വാദം തന്നെയാണ് പ്രോസിക്യൂഷൻ പ്രതിഭാഗത്തിന്റെ വാദത്തിനെതിരെ കോടതിയിൽ നിരത്തിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ഇരുഭാഗത്തിന്റെയും വാദം കോടതി കേട്ടുകഴിഞ്ഞു. ഇനി ഏത് രീതിയിലുള്ള ശിക്ഷാവിധി ആയിരിക്കും ഉണ്ടാവുക? വധശിക്ഷയായിരിക്കുമോ, ജീവപര്യന്തമായിരിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറെ ചർച്ചയാകുന്നത് ഇനിയിപ്പോൾ എന്തായാലും 11 മണിയോടുകൂടി ഇത് എന്തായിരിക്കും വിധി എന്നുള്ളത് വ്യക്തമാകുന്നതായിരിക്കും മനു. ഷീജ, ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ട ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ, തെളിവുകളുടെ അഭാവമൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിൽ മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകുന്നതിൽ കുടുംബത്തിന്റെ തീരുമാനം ഇപ്പോൾ എന്താണ്? കാരണം ആദ്യ ദിവസം അപ്പീൽ പോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അവർ അതിലൊരു വ്യക്തത വരുത്തിയിരുന്നില്ല. അതിനെക്കുറിച്ച് പിന്നെ എന്തെങ്കിലും പറയുന്നുണ്ടോ? തീർച്ചയായും മനു, ഏതായാലും കുടുംബം ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ മകന്റെ ജീവൻ കവർന്നത് ഗ്രീഷ്മയാണ്, അതിനുള്ള ആസൂത്രണം നടത്തിയതും ഗ്രീഷ്മയാണ്. അപ്പോൾ ഗ്രീഷ്മയ്ക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം എന്നത് മാത്രമാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അത് എന്നാൽ മാത്രമേ ഞങ്ങളുടെ മകന് നീതി ലഭിക്കുകയുള്ളൂ. ആ ഒരു പശ്ചാത്തലത്തിൽ ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ട് ഇതിനെതിരെ നടപടിക്കെതിരെ അപ്പീൽ പോകാനോ മറ്റു കോടതിയെ സമീപിക്കാനോ ഏതായാലും നിലവിൽ തീരുമാനിച്ചിട്ടില്ല. അത്തരം നടപടികളുമായി കുടുംബം മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം ഷാരോണിന്റെ സഹോദരൻ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഗ്രീഷ്മയ്ക്ക് തക്കതായ ശിക്ഷ ലഭിക്കേണ്ടതുണ്ട്. അതിന് ഏതറ്റം വരെയും പോരാടും എന്നുള്ള കാര്യമാണ് കുടുംബം വ്യക്തമാക്കുന്നത് മനു. ശരി, ഏതായാലും ഷീജ, നമുക്ക് കാത്തിരിക്കാം. 11 മണിയോട് കൂടി നമുക്ക് അറിയാൻ കഴിയുമല്ലോ എന്ത് ശിക്ഷയാണ് വിധിക്കാൻ പോകുന്നതെന്ന്. ഏതായാലും കേരളം കാത്തിരിക്കുകയാണ് ഗ്രീഷ്മയ്ക്ക് എന്ത് ശിക്ഷ നീതിപീഠം വിധിക്കും എന്നറിയുന്നതിന് വേണ്ടിയിട്ട്. അവരുടെ രണ്ടുപേരുടെയും വാദങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ശിക്ഷയിൽ ഇളവ് വേണം, ഇത്രയും ചെറിയ പ്രായമാണ്, ഇനിയും പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെയാണ് ഗ്രീഷ്മ കോടതിയോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അപ്പോഴും മറുവശത്ത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇതുപോലെ തന്നെ ചെറുപ്രായമുള്ള ഒരു ജീവനാണ് ഗ്രീഷ്മയാൽ എടുക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഗ്രീഷ്മ ഇല്ലാതാക്കി കളഞ്ഞത്. ആ ജീവനും ഉണ്ടായിരുന്നല്ലോ ഇതുപോലെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ, അതിന് വിലയില്ലേ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്.